നമസ്കാരം, നവജീവൻ ഫുട്ബോൾ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കോച്ച് വിനീത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഗ്രൂപ്പ് എച്ചിനെ പറ്റിയാണ്. ഗ്രൂപ്പ് എച്ചിലുള്ളത് സ്പെയിൻ, വേൾഡ് നമ്പർ 2 സ്പെയിൻ ആണുള്ളത്, പിന്നെ ഉറുഗ്വേ ആണുള്ളത്. ഉറുഗ്വയുടെ കൂടെ സൗദി അറേബ്യ, പിന്നെ കേപ്പ് വെർദെ എന്ന് പറയുന്ന ടീമാണുള്ളത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു റിക്വസ്റ്റ്, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. നമുക്കറിയാം ഈ ഗ്രൂപ്പിൽ നിന്ന് എന്തായാലും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് കടന്നു പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് സ്പെയിനാണ്. സ്പെയിനിൻ്റെ സ്ക്വാഡ് വളരെ സ്ട്രോങ് ആണ്, യങ് ആണ്, ഭയങ്കര ഫാസ്റ്റാണ്, ഭയങ്കര കോർഡിനേറ്റഡ് ആണ്. ഓൾറെഡി ഒരുപാട് ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സ്ക്വാഡിനെ പറ്റി, എടുക്കാത്തവരെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് ചരിത്രപരമായിട്ട് ആദ്യമായിട്ടാണ് ഒരു റയൽ മാഡ്രിഡ് പ്ലെയർ പോലും ഇല്ലാതെ ഒരു സ്പെയിൻ ടീം വരുന്നതെന്നുള്ളത് ചരിത്രപരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ 8 ബാഴ്സലോണ പ്ലെയേഴ്സ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അത് കോർഡിനേഷൻ എന്ന് പറയുന്നൊരു കാര്യത്തിലായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ലമീൻ യമാൽ എന്ന് പറയുന്ന ഒരു പ്ലെയറിൻ്റെ ഉയർച്ച അല്ലെങ്കിൽ ഒരു എഫക്റ്റ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് ഈ ലോകകപ്പിൽ ഈ ടീമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ഈ ടൂർണമെൻറ്റിലേക്ക് അവർ വരുമ്പോൾ അവർ കഴിഞ്ഞ യൂറോ കപ്പിൻ്റെ വിന്നേഴ്സാണ്. 2024 അവർ ഇംഗ്ലണ്ടിനെ 2-1 ബീറ്റ് ചെയ്തിട്ട് ചാമ്പ്യന്മാരായതാണ്. അതിൽ അവർ 13 ഗോളുകൾ അടിച്ചു കൂട്ടിയ ഒരു ടീമാണ് യൂറോ കപ്പിൽ. അപ്പോൾ ഗോൾ അടിക്കുന്നതിൽ നല്ല കഴിവുള്ള ടീമാണ്. അതുപോലെ തന്നെ നമ്മൾ അതിന് മുമ്പ് നടന്ന നേഷൻസ് ലീഗിൽ പോർച്ചുഗലിനെതിരെ 2-2 സമനില വന്നിട്ട് പെനാൽറ്റിയിൽ തോറ്റുപോയ ടീമാണ്. പിന്നെ റീസെൻറ്റ് ഫോമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അടിപൊളി ഫോമിലാണ്, പ്ലെയേഴ്സ് എല്ലാം നല്ല സെറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ അവർ സെമി ഫൈനലിൽ വരെയെങ്കിലും എത്താനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. എങ്കിലും ക്വാർട്ടർ ഫൈനലിൽ വരെ ഉള്ളൊരു രീതിയിലാണ് എൻ്റെ ഒരു പ്രഡിക്ഷനിൽ ക്വാർട്ടർ ഫൈനലിൽ വരെ തോറ്റു പോകുന്നുള്ളതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. കാരണം യങ് പ്ലെയേഴ്സ് ഒരുപാടുണ്ട്. അവരുടെ പെർഫോമൻസ്, ഇപ്പോൾ നിങ്ങൾ ബാഴ്സലോണ ടീം ഈ വർഷത്തെ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കളിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. കാരണം എത്ര ഭയങ്കര പെർഫോമിങ് അല്ലെങ്കിൽ എത്ര ടാലൻറ്റഡ് ആയിട്ടുള്ള യങ് പ്ലെയേഴ്സ് ആണെങ്കിലും അതിനകത്തൊരു സപ്പോർട്ട്, എക്സ്പീരിയൻസിൻ്റെ സപ്പോർട്ട് വേണം എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ റോഡ്രി എന്ന് പറയുന്നൊരു ആളുണ്ട്, എങ്കിൽ പോലും അത് പോരാ, പറ്റില്ല, തേയില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ ക്വാർട്ടർ ഫൈനലിൽ തോറ്റുപോകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ ബെസ്റ്റ് ടീം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേറെ അറിയാം, യുറുഗ്വേ ആണ്. യുറുഗ്വേ ലെജൻഡറി ടീമാണ്. മാർസലോ ബിയൽസ എന്ന് പറയുന്നൊരു അൾട്ടിമേറ്റ് ടാക്ടീഷ്യനാണ് ഇത്തവണ അവരുടെ കോച്ച്. 1930-ലും പിന്നെ 80-ലും വേൾഡ് കപ്പ് വിൻ ചെയ്ത ടീമാണ്. അതുപോലെ 50-ലും വേൾഡ് കപ്പ് വിൻ ചെയ്ത ടീമാണ്. പിന്നെ റീസെൻ്റായിട്ട് ഏറ്റവും നല്ല പെർഫോമൻസ് വന്നിട്ടുള്ള 2010-ലാണ്. നിങ്ങൾക്കറിയാം, ഡിയോഗോ ഫോർലാൻ എന്ന് പറയുന്ന അമേസിങ് പ്ലെയറിൻ്റെ ഒരു റൺ നടന്നൊരു വേൾഡ് കപ്പ് 4th ഫിനിഷ് ചെയ്തത്. പിന്നെ കഴിഞ്ഞ വർഷം ശരിക്കും പറഞ്ഞാൽ ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്തായി, 2018 ക്വാർട്ടർ ഫൈനലിൽ പുറത്തായ ടീമാണ്. അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പെർഫോമൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്ര ഭയങ്കര പെർഫോമൻസ് ഒന്നും പറയാനില്ല. കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ അവർ 3-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. അവരുടെ വേൾഡ് കപ്പ് ക്വാളിഫയറിലും 3-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. കോപ്പ അമേരിക്കയിൽ അവർ സെമി ഫൈനലിൽ കൊളംബിയയോട് തോക്കുമായിരുന്നു, 1-0 തോറ്റു. പിന്നെ അവരുടെ കീ പ്ലെയേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഫെഡറിക്കോ വെൽവെർദെ ഉണ്ട്, അറൗജോ ബാഴ്സലോണയിൽ കളിക്കുന്നു, പിന്നെ ഡെലാ ക്രൂസ് എന്ന് പറയുന്ന പ്ലെയർ ഫ്ലുമിനൻസിൽ കളിക്കുന്നു, പിന്നെ ന്യൂനസിന് നിങ്ങൾക്കറിയാം, സനാബ്രിയ അറിയാം, അതുപോലെ ബെൻഡാങ്കറിന് നിങ്ങൾക്കറിയാം, ടോട്ടനാമിലുള്ള ബെൻഡാങ്കർ, പിന്നെ ഉഗാർത്തെ നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിക്കുന്നു. ഈ പ്ലെയേഴ്സൊക്കെയാണ് കീ പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഒരു റൗണ്ട് ഓഫ് 16 വരെയൊക്കെ വരാൻ പൊട്ടൻഷ്യലുള്ളൊരു സ്ക്വാഡാണ് അവരുടേത്. പിന്നെ മൂന്നാമത്തെ ടീം എന്ന് പറയുന്നത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ റീസെൻ്റ്ലി നമുക്ക് ഏഷ്യൻ കപ്പിലെ പെർഫോമൻസ് ഒന്നും അത്ര കാര്യമായിട്ട് പറയാനില്ലാത്തൊരു ടീമാണ്. എങ്കിലും അവർ റൗണ്ട് ഓഫ് 32 എന്തായാലും എത്താൻ സാധ്യതയുണ്ട്. കാരണം കേപ്പ് വെർദെ ഈ 3 ടീമുകളൊന്നും പരാജയപ്പെടുത്താനാണ് സാധ്യത. ആഫ്രിക്കൻ ടീമാണ് കേപ്പ് വെർദെ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഗ്രൂപ്പിൻ്റെ റാങ്കിങ് നോക്കിക്കഴിഞ്ഞാൽ സൗദി അറേബ്യ 61, കേപ്പ് വെർദെ 69, യുറുഗ്വേ 17-മാണ്. യുറുഗ്വേനെ പക്ഷേ നമുക്ക് ഇങ്ങനെ റാങ്കിങ്ങിൻ്റെ പേരിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഈ വേൾഡ് കപ്പ് കഴിയുമ്പോൾ ചിലപ്പം യുറുഗ്വേയുടെ റാങ്കിങ് അതിനെക്കാട്ടിലും മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് മാച്ചിൽ വരുന്നത് സ്പെയിനും കേപ്പ് വെർദെ ആയിരിക്കും. അതിൽ എന്തായാലും ഏറ്റവും കുറഞ്ഞത് ഒരു 8 ഗോളെങ്കിലും സ്പെയിൻ അടിക്കാൻ സാധ്യതയുണ്ട്.
പിന്നെ അതിനുശേഷം ആ ഗ്രൂപ്പിൽ നടക്കുന്ന മത്സരം എന്ന് പറയുന്നത് സൗദി അറേബ്യയും ഉറുഗ്വേയും കൂടിയാണ്. സൗദി അറേബ്യ ചിലപ്പോൾ ഒരു ഡിഫെൻഡിങ് അവർ നല്ലപോലെ ചെയ്തിട്ട് 2-0 തോൽക്കാനാണ് സാധ്യത. അവർ എങ്ങനെയായാലും ഉറുഗ്വേ ഗോളടിക്കും, അതിന് സംശയമൊന്നുമില്ല. പിന്നെ ഈ മത്സരത്തിൽ നിങ്ങൾക്ക് കുറച്ച് നല്ല ക്രോസുകളും കോർണർ അറ്റാക്കും പിന്നെ ഷോട്ടുകളൊക്കെ കാണാൻ സാധിക്കും, നല്ല കുറച്ച് റൺസും കാണാൻ സാധിക്കും. പിന്നെ അടുത്ത ഒരു മെയിൻ മത്സരം എന്ന് പറയുന്നത് സ്പെയിനും സൗദി അറേബ്യയും തമ്മിലുള്ള മത്സരമാണ്. അതിൽ സ്പെയിൻ എന്തായാലും ഒരു 3 ഗോളെങ്കിലും അടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ കേപ്പ് വെർദെയും ഉറുഗ്വേയും സൗദി അറേബ്യയും കൂടിയുള്ള മത്സരത്തിൽ കേപ്പ് വെർദെയും സൗദി അറേബ്യയും തമ്മിലുള്ള മത്സരത്തിൽ സൗദി അറേബ്യ ജയിക്കാനാണ് സാധ്യത. കുറഞ്ഞത് ഒരു 3 ഗോളുകൾ അടിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഉറുഗ്വേ സ്പെയിൻ മത്സരത്തിൽ സ്പെയിൻ ഒന്നുകിൽ 2-1 ജയിക്കും, അല്ലെങ്കിൽ 3-1 ജയിക്കും. ഇതാണ് എൻ്റെ ഒരു ഇത് പറയുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് ഇതിൽ ശരിക്കും പറഞ്ഞാൽ 2 ടീം കയറി പോകാനാണ് സാധ്യത. മൂന്നാമതായിട്ട് കയറി പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സൗദി അറേബ്യക്ക് ഗോള് കൂടുതൽ അടിക്കേണ്ടി വരും. അവർ എന്തായാലും 3 കേപ്പ് വെർദെക്ക് അടിക്കും, പക്ഷേ അതിനെക്കാട്ട് കൂടുതൽ അടിച്ചാൽ മാത്രമേ അവർക്ക് ബെസ്റ്റ് 3rd ടീമായിട്ട് കയറി പോകാനുള്ള ഒരു അവസരം കിട്ടുള്ളൂ. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അവർ 3rd ആയിട്ട് കയറി പോകാൻ സാധ്യത, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പുറത്താകാനുള്ള സാധ്യത. കേപ്പ് വെർദെ എന്തായാലും പുറത്തു പോകും. അപ്പോൾ അതാണ് ഈ ഗ്രൂപ്പിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.